ആദ്യമായി മാതാവിനും ഈശോയ്ക്കും ഒരുപാട് നന്ദി. എൻ്റെ പേര് അൽഫോൺസ. ഞാൻ മാരാരിക്കുളം സെൻറ്റ് ഏഗസ്റ്റിൻ ദേവാലയത്തിൽ നിന്നാണ് വരുന്നത്. ഞാനൊരു BSc നേഴ്സിംഗ് സ്റ്റുഡൻ്റ് ആയിരുന്നു. എൻ്റെ മാർച്ചിലായിരുന്നു എൻ്റെ എക്സാം. ഞാൻ ലാസ്റ്റ് ഇയർ ആയിരുന്നു. ലാസ്റ്റ് ഇയറിൽ എനിക്ക് സബ്ജക്റ്റ് ഒട്ടും എനിക്ക് പറ്റുന്നില്ലായിരുന്നു. OBG എന്നൊരു സബ്ജക്റ്റ് ഉണ്ടായിരുന്നു, ഗൈനക്കോളജിക്കൽ ആൻഡ് ഒബ്സ്റ്റട്രിക്സ്. അതെനിക്ക് എന്നെക്കൊണ്ട് പഠിക്കാനേ പറ്റുന്നില്ല. ഞാൻ പഠിക്കും, പക്ഷേ എല്ലാം ഞാൻ മറന്നുപോകും. പിന്നെയും ഞാൻ പഠിക്കും, ഞാൻ മറന്നുപോകും. ഇത് തന്നെയായിരുന്നു എൻ്റെ അവസ്ഥ. ഇതുപോലെ തന്നെയായിരുന്നു എൻ്റെ ഫോർത്ത് ഇയർ എല്ലാ സബ്ജക്റ്റും. പഠിക്കുന്ന സമയത്തെല്ലാം ഞാൻ ഓർക്കും, പിന്നെ എനിക്കൊന്നും ഓർമ്മയുണ്ടാകത്തില്ല. അങ്ങനെ ഞാൻ കൃപാസനത്തിൽ എനിക്കൊരു പത്രം എൻ്റെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പഠിച്ച ടോപ്പിക്ക് മാത്രം എഴുതി പഠിച്ചിട്ട് അത് അതിൻ്റെ അകത്ത് കയറ്റി ഞാൻ വെക്കുമായിരുന്നു. അങ്ങനെ തന്നെ ഞാൻ ഓരോ ടോപ്പിക്കും ഞാൻ പഠിച്ച് മാതാവിൻ്റെ കാശുരൂപം കൊണ്ട് ഞാൻ കുരിശ് വരച്ചിട്ട് മാതാവ് ഇനി എടുക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരണേ, എനിക്ക് രണ്ടാമത് ഇനി പഠിക്കാൻ പറ്റില്ല, കുറേ ടോപ്പിക്കുണ്ട്, എനിക്ക് പഠിച്ച് തീർക്കാൻ പറ്റത്തില്ല എന്നായിരുന്നു എൻ്റെ ടെൻഷൻ. ഞാൻ അങ്ങനെ അതുപോലെ തന്നെ മാതാവിനോട് പ്രാർത്ഥിച്ച് ഓരോ ടോപ്പിക്കും ഞാൻ പഠിച്ച് പ്രാർത്ഥിച്ച് പേപ്പറിൻ്റെ അകത്ത് വെച്ചാണ് ഇരുന്നത്. അങ്ങനെ പരീക്ഷയുടെ സമയം വന്ന് അപ്പം ഞങ്ങൾ റൂമിൽ 4 പേരാണ്. അപ്പം ഞങ്ങൾ 4 പേരും മാതാവിൻ്റെ ഒരുവണ്ണമായിട്ട് കുരിശ് വരച്ച് കാശുരൂപവും ഉടമ്പടി തൈലവും ആയിട്ടാണ് ഞങ്ങൾ പരീക്ഷയ്ക്ക് പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ പരീക്ഷ പഠിക്കാനുള്ളൊരു സമയം ഉണ്ടായിരുന്നു. ആ സമയത്ത് അതിനാണ് ഞങ്ങൾ ഇരിക്കുകയാണ്. അപ്പോൾ എൻ്റെ പത്രം ഇരിപ്പുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒരു സാക്ഷ്യം കണ്ടു. ഒരു ചേട്ടൻ്റെ നേഴ്സിംഗിന് പഠിച്ചത് തന്നെ പരീക്ഷയുടെ സമയത്ത് മാതാവിൻ്റെ ഉപ്പൊക്കെ ഉപയോഗിച്ച് പരീക്ഷ ചെയ്തു. അപ്പം ഞാൻ പറഞ്ഞു, എടി നമുക്കും അങ്ങനെയൊക്കെ തന്നെ പോകാം. അങ്ങനെ പോക്കറ്റിൽ ഞങ്ങൾ ഉപ്പും തൈലവും ഉപയോഗിച്ച് കുരിശൊക്കെ വരച്ച് പോക്കറ്റിൽ ഉപ്പിട്ടുണ്ടാണ് പോയത്. അങ്ങനെ പരീക്ഷ ഹോളിൽ ചെന്ന് ഞങ്ങൾ ഇരുന്നപ്പോൾ തന്നെ മാതാവിൻ്റെ ഉപ്പ് വിതറി കുറച്ച് പോക്കറ്റിൽ ഇട്ടുണ്ടായിരുന്നു പരീക്ഷ പേപ്പറിൻ്റെ അകത്ത് ഇടാൻ വേണ്ടി. അങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പർ വന്നപ്പോൾ എനിക്ക് ഒന്നും അറിയുന്നില്ല. 2 ക്വസ്റ്റ്യൻ മാത്രമേ ഉള്ളൂ. 5 മാർക്കിന് 2 ക്വസ്റ്റ്യൻ മാത്രമേ എനിക്ക് അറിയാവുന്നതുള്ളൂ. എൻ്റെ മനസ്സിലേക്ക് എനിക്ക് കൈയും കാലൊക്കെ വിറക്കാൻ തുടങ്ങി. കാര്യം എന്ത് എഴുതി വെക്കും, എസ്സേ ഒന്നും എനിക്ക് അറിയത്തില്ല. ഞാൻ അവിടെ ഇരുന്ന് കരഞ്ഞു മാതാവിനോട്, മാതാവ് എനിക്ക് ഒന്നും അറിയത്തില്ല, ഞാൻ എന്ത് എഴുതി വെക്കും, എനിക്ക് ഈ വർഷം ജയിച്ചാലേ പറ്റത്തുള്ളൂ. കാര്യം അവസാന വർഷമാണ്, ജയിച്ചില്ലെങ്കിൽ ജോലിക്ക് കയറാനുള്ള ബുദ്ധിമുട്ടും അതുപോലെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. എനിക്കതൊന്നും വരുത്തല്ലേ മാതാവ്, എങ്ങനെയെങ്കിലും ഒന്ന് ജയിപ്പിക്കണേന്ന് ഞാൻ അവിടെ ഇരുന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ച്. എനിക്ക് പറ്റുന്നില്ല, എനിക്ക് ഒന്നും അറിയത്തില്ല, എനിക്ക് എന്ത് എഴുതണമെന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ മാതാവിനോട് അവിടെ ഇരുന്ന് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചിട്ട് ഞാൻ എന്തൊക്കെയോ എഴുതി വെച്ച് അവസാനം ഞാൻ പേപ്പർ കൊടുക്കാൻ വേണ്ടി നിന്നപ്പോൾ മാതാവിൻ്റെ കാശുരൂപം ഉപയോഗിച്ച് കുരിശ് വരച്ച് ഉപ്പ് വിതറി ഞാൻ പേപ്പർ കൊടുത്ത്. അങ്ങനെ തന്നെ എല്ലാ പരീക്ഷയും ഞാൻ അങ്ങനെ തന്നെ ചെയ്ത്. കഴിഞ്ഞ ജൂൺ 16-ാം തീയതി എൻ്റെ റിസൾട്ട് വന്ന്. ഞാൻ മാതാവിനോട് ജസ്റ്റ് പാസ്, വേറെ ഒന്നും വേണ്ട മാതാവ്, എന്നെ ഒന്ന് ജയിപ്പിച്ചാൽ മാത്രം മതി, എനിക്ക് വേറെ ഒന്നും വേണ്ട. കാര്യം എനിക്ക് ജയിച്ചാൽ മാത്രമേ എനിക്ക് എവിടെയെങ്കിലും ഒന്ന് ജോലി കയറാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ എല്ലാവരും എന്നെ അവിടെ നിന്ന് റിജക്റ്റ് ചെയ്യും. എനിക്ക് ആ ഒരു ടെൻഷനായിരുന്നു എനിക്ക് മുഴുവനും. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ച, മാതാവ് എനിക്കൊന്ന് ജസ്റ്റ് പാസ് തന്നാൽ മാത്രം മതി, വേറെ ഒന്നും എനിക്ക് വേണ്ട, ഒന്ന് ജയിച്ചാൽ മാത്രം മതി എന്ന് പറഞ്ഞ്. മാതാവ് ഞാൻ പ്രതീക്ഷിക്കാത്ത എനിക്ക് ഫസ്റ്റ് ക്ലാസ് തന്നാൽ മാതാവ് എന്നെ അനുഗ്രഹിച്ചത് ഞാൻ ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല. കാര്യം എനിക്കറിയാം എൻ്റെ കഴിവ് എന്തുമാത്രം ഉണ്ടെന്ന്. പഠിച്ചാൽ മറന്നുകൊണ്ട് എനിക്ക് ഉറപ്പാണ് ഇത് പേപ്പർ നോക്കിയത് മാതാവ് തന്നെയാണ്. കാര്യം ഞാൻ അതിലൊന്നും എഴുതി വെച്ചിട്ടില്ല. ഫസ്റ്റ് എന്തൊക്കെ വെച്ച് നോക്കിയാലും ഒരു വിഷയമെങ്കിലും എനിക്ക് പോകേണ്ട. കാര്യം ഞാൻ ആദ്യത്തെ പരീക്ഷ ഒട്ടും ഞാൻ എഴുതിയിട്ടില്ല നല്ലപോലെ. അതെനിക്ക് ഉറപ്പാണ് എനിക്ക് മാതാവ് തന്നതാണ്. പിന്നെ രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്, ഞാൻ നേഴ്സിംഗ് പഠിക്കുന്നത് ആന്ധ്രയിലാണ്. അപ്പോൾ അവിടെ 3,70,000 രൂപയാണ് എനിക്ക് ഫീസ്. ഞാൻ 50,000 രൂപ അടച്ചിട്ടുള്ളൂ. അങ്ങനെ എപ്പോഴും ഫീസ് അടക്കാൻ വേണ്ടി അവർ നിർബന്ധിക്കത്തൊന്നുമില്ല. പക്ഷേ ലാസ്റ്റ് ഇയർ ആയതുകൊണ്ട് ഫീസ് അടക്കാതെ ഹോൾ ടിക്കറ്റ് തരത്തില്ലെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ അത് എൻ്റെ അപ്പ മത്സ്യത്തൊഴിലാളിയാണ്, അമ്മ മീൻ കച്ചവടമൊക്കെയാണ്. അപ്പോൾ എന്നെക്കൊണ്ട് അത് ഒട്ടും 3 ലക്ഷം രൂപയൊന്നും പെട്ടെന്ന് അടക്കാൻ പറ്റുന്നൊരു സാഹചര്യം അല്ലായിരുന്നു. അങ്ങനെ ആകെയുള്ളത് ഞങ്ങളുടെ വീട്ടിലെ പ്രമാണം മാത്രമാണ്. അപ്പം ഞാൻ വേറൊന്നും നോക്കിയില്ല. അമ്മച്ചോട് ഞാൻ പ്രമാണം പണയം വെച്ച് അമ്മച്ചി പറഞ്ഞ് പ്രമാണം പണയം വെക്കാം. പക്ഷേ പ്രമാണം പണയം വെച്ച ബാങ്കുമായിട്ട് നമുക്കറിയാം കുറേ താമസം ഉണ്ടാവും. എനിക്കത് ഒട്ടും പെട്ടെന്നൊന്നും കിട്ടത്തില്ല, കാര്യം ഫീസ് അടക്കാനുള്ളതാണ്. അങ്ങനെ ഞങ്ങൾ ബാങ്കിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞ് കാലതാമസം ഉണ്ടാവും, മാക്സിമം പോയ ഒരു 3 മാസം അല്ലെങ്കിൽ ഒരു 2.5 മാസമെങ്കിലും ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഫീസ് അടക്കാനുള്ളതാണ്, പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് അവിടെ നിന്ന് അനുവദിച്ച് തരാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞു. അന്ന് ഞാൻ കാശുരൂപവും ഉപ്പും കൊണ്ടാണ് മാനേജറിൻ്റെ റൂമിൽ കയറിയത്. അന്ന് ഞാൻ അവിടെ വിതറി, മാതാവേ എനിക്ക് 15-ാം തീയതി, അന്നൊരു ഡേറ്റ് ഞാൻ പറഞ്ഞു, മാതാവേ 15-ാം തീയതിക്ക് മുമ്പ് എന്നെ അവിടെ ബാങ്കിൽ നിന്ന് വിളിക്കണേന്നാണ് പ്രാർത്ഥിച്ചത്. ഞാൻ കോളേജിലായിരുന്നു. എന്നെ 15-ാം തീയതി എന്നെ വിളിച്ച്. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചു. ഞാൻ ആദ്യം നമ്പർ എടുത്തില്ല, ഞാൻ ഉറക്കമായിരുന്നു. നമ്പർ ആയതുകൊണ്ട് ഞാൻ മ്യൂട്ട് ചെയ്തു. പിന്നെ അവരെന്നെ വിളിച്ച് ഞാൻ എടുത്ത്, ബാങ്കിൽ നിന്നാണ് നിങ്ങളുടെ ലോൺ സാങ്ഷൻ ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. എനിക്കത് ഒട്ടും വിശ്വസിക്കാൻ പറ്റിയില്ല. ഞാൻ ഡേറ്റ് പോലും ഞാൻ നോക്കിയില്ല. അപ്പം ഞാൻ ഉടനെ അമ്മച്ചിനെ വിളിച്ച് പറഞ്ഞു, അമ്മ എന്നെ ബാങ്കിൽ നിന്ന് വിളിച്ച്
ലോൺ സാങ്ഷൻ ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം അമ്മ ചോദിച്ചു ഇന്ന് എത്രാം തീയതി അടിയെന്ന് ചോദിച്ചു. അവർ പറഞ്ഞാൽ 2-3 മാസമൊക്കെ ആവുമല്ലെന്നല്ലേ. ഞാൻ പറഞ്ഞു അമ്മ ഇത് 15-ാം തീയതിയാണ്. ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചായിരുന്നു എനിക്ക് 15-ാം തീയതി തന്നെ ലോൺ സാങ്ഷൻ ആക്കി തന്നെയെന്ന്. അങ്ങനെ ഞാൻ അവർ പറഞ്ഞു ഉടനെ തന്നെ വന്നോന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു വരാമെന്ന് പറഞ്ഞാണ് ഞാൻ ഫോൺ കട്ട് ചെയ്തത്. അങ്ങനെ എനിക്ക് 3 ലക്ഷം രൂപ എനിക്ക് ഉടനെ തന്നെ എൻ്റെ അക്കൗണ്ടിൽ കയറി. ഞാൻ ഫീസ് അടച്ച് എനിക്ക് സർട്ടിഫിക്കറ്റ് എൻ്റെ ഹോൾ ടിക്കറ്റും കിട്ടി. എൻ്റെ 3ാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് ഞാൻ പാസ്സായിട്ട് ഞാനൊരു ജോലിക്ക് കയറി. ഞാൻ ഹൈദരാബാദിൽ ഒരു ഹോസ്പിറ്റലിൽ ജോലിക്ക് കയറി. ഞങ്ങളെല്ലാവരും കൂടിയാണ് പോയത്. പക്ഷേ എനിക്ക് അവിടുത്തെ ലാംഗ്വേജ് ഹിന്ദി എനിക്ക് അത്ര ഫ്ലുവൻ്റ് അല്ല. അവിടുത്തെ പേഷ്യൻസൊക്കെ ആണെങ്കിൽ ഹിന്ദിക്കാരാണ് കൂടുതലും. പിന്നെ ചെല്ലുന്നതേ ഉള്ളൂ, ഫ്രഷറാണ്, അധികമൊന്നും അറിയത്തില്ല. അതിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഫസ്റ്റ് നൈറ്റൊക്കെ ഇട്ട് ഞാനായിരുന്നു റൂമിൽ ഫസ്റ്റ് നൈറ്റൊക്കെ പോയിക്കൊണ്ടിരുന്നത്. ഇപ്പം എനിക്ക് നൈറ്റൊക്കെ ഇട്ടപ്പോൾ എനിക്ക് ആരുമില്ല, അധികം ഒന്നും അറിയത്തില്ല. എനിക്ക് ടെൻഷനായി. എനിക്ക് പേഷ്യൻസ് പറയുന്നത് മനസ്സിലാവുന്നുണ്ട്, പക്ഷേ എനിക്ക് അവർക്ക് തിരിച്ചു പറഞ്ഞു കൊടുക്കാനുള്ള ഒരു ഇതില്ല. അവർ പറയുന്നത് എനിക്ക് മനസ്സിലാവും, പക്ഷേ എനിക്ക് അതുപോലെ അവരുടെ ഭാഷയിൽ പറയാൻ പറ്റുന്നില്ല. അവരെന്നോട് ചൂടാനൊക്കെ തുടങ്ങി. എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല. എനിക്ക് ടെൻഷനായി. ഞാൻ എന്ത് ചെയ്യും, എനിക്കൊന്നും അറിയാൻ പാടില്ല. ഞാൻ അവിടെ ഇന്ന് കരച്ചിലായി. എപ്പോഴും എൻ്റെ പോക്കറ്റ് കാശ് രൂപ ഉണ്ടാവും, എപ്പോഴും എൻ്റെ കൊന്തയിൽ കാശ് രൂപ. അതുമായിട്ട് ഞാൻ എപ്പോഴും പോകണം. എവിടെ പോയാലും എവിടെ ചെറിയൊരു സ്ഥലത്ത് പോകണമെങ്കിൽ പോലും എനിക്ക് എപ്പോഴും കാശ് രൂപ ഉണ്ടാവും എൻ്റെ കൂടെ. അപ്പം ഞാൻ പോക്കറ്റിൽ നിന്ന് കാശ് രൂപ എടുത്ത് മുറുക്കി പിടിച്ച് ഞാൻ കരഞ്ഞു, മാതാവ് എനിക്ക് പറ്റുന്നില്ല ഈ ഹോസ്പിറ്റലിൽ, എനിക്ക് ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് മാറ്റി തന്നെയെന്ന് പറഞ്ഞു. അടുത്ത ആഴ്ച അപ്പോൾ എൻ്റെ കൂട്ടുകാർക്കൊക്കെ ഡെങ്കിപ്പനി അടിച്ച്. അപ്പോൾ അവരെ വീട്ടിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഞങ്ങൾ 4 പേരായിരുന്നു. അപ്പോൾ 4 പേരും ഞങ്ങൾ പോന്നു. പിന്നെ ഞങ്ങൾ ആ ഹോസ്പിറ്റലിലോട്ട് പോയിട്ടില്ല. പിന്നെ ഞങ്ങൾ 4 പേര് 2 പേര് ജർമ്മൻ പഠിക്കാൻ വേണ്ടി പോയി. പിന്നെ ഞാനൊരു കൂട്ടുകാരത്തെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞങ്ങൾ കുറേ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത്. പക്ഷേ എല്ലായിടത്തും രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ എവിടെയും കയറാൻ പറ്റത്തില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾക്ക് 3 മാസം പിടിക്കും കോളേജിൽ നിന്ന് സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടി. ഞാൻ എല്ലാ ഹോസ്പിറ്റലിലും ഞങ്ങൾ എല്ലായിടത്തും തിരക്കിയിട്ട് പറഞ്ഞ് രജിസ്ട്രേഷൻ ഇല്ലാതെ ഒന്നും നടക്കത്തില്ല, എന്തൊക്കെ വന്നാലും രജിസ്ട്രേഷൻ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ പ്രാർത്ഥിച്ച് കോയമ്പത്തൂർ ഹോസ്പിറ്റൽ വിളിച്ച് അങ്ങനെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത്. അവൾക്ക് കിട്ടി, എനിക്ക് കിട്ടിയില്ല. അതെന്നെ ശരിക്കും അങ്ങനെയല്ല, ഒറ്റപ്പെട്ടു പോയെന്നുള്ളൊരു സങ്കടമായിരുന്നു എനിക്ക്. അതെനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല. പിന്നെ ഞാൻ കുറേ ഹോസ്പിറ്റൽ വിളിച്ചിട്ടൊന്നും വേക്കൻസി ഇല്ല, ഫ്രഷേഴ്സിന് വേണ്ട, എക്സ്പീരിയൻസ് ഉള്ളവരെയൊക്കെ മാത്രമേ എടുക്കുന്നുള്ളൂ എന്ന് പറഞ്ഞു. എനിക്ക് പറ്റുന്നില്ല. അപ്പോൾ ഞാൻ പിന്നെ പള്ളിയിൽ പോകാൻ തുടങ്ങി. ഞാൻ പള്ളിയിൽ പോകാൻ തുടങ്ങിയപ്പോൾ ഓരോരുത്തരും ചോദിക്കാൻ തുടങ്ങി, എന്താ ജോലിക്ക് കയറുന്നില്ലേ, ഒന്നും ആയില്ലേ. ഞാൻ പറഞ്ഞ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടിയില്ല, സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടേ കയറത്തുള്ളൂ. കണ്ടവർ തന്നെ പിന്നെയും ചോദിച്ച് എനിക്ക് തോന്നുന്നു ഞാൻ മാത്രമാണ്. ഞങ്ങളുടെ ബാച്ചിൽ എല്ലാവരും കയറി ജോലിക്ക്, ഞാൻ മാത്രമേ ഉള്ളൂ ഇനി ജോലിക്ക് കയറാനെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല. കർത്താവ് ഇനി ഞാൻ മാത്രമേ ഉള്ളൂ, ഞാൻ മാത്രമേ ഇങ്ങനെ. അപ്പം അമ്മച്ചോട് ഞാനിങ്ങനെ പറഞ്ഞു എനിക്ക് ഒട്ടും പറ്റുന്നില്ല. അപ്പം അമ്മച്ചി പറഞ്ഞു, എടി മാതാവ് നിനക്കെന്തോ നല്ലത് വെച്ചിട്ടുണ്ട്, അതുകൊണ്ടായിരിക്കും നിനക്ക് ഇത്ര കാലതാമസം എന്ന് പറഞ്ഞു. നീ എന്തായാലും കൃപാസനത്തിൽ പോയി പത്രമൊക്കെ മടക്ക്, നീ ഒന്നും ഇത്ര വരെ ഞാൻ കോളേജിലായതുകൊണ്ട് അങ്ങനെ കാരുണ്യ പ്രവൃത്തികളൊന്നും ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടില്ല. അപ്പം അമ്മച്ചി പറഞ്ഞു പത്രം പോയി മടക്ക്, പറ്റുന്ന ദിവസമൊക്കെ പത്രം പോയി മടക്കുന്നത്. അങ്ങനെ ഞാൻ പത്രമൊക്കെ മടക്കാൻ വേണ്ടി വന്നു. പിന്നെ ഇതുപോലെ ഒരു കോയമ്പത്തൂർ ഹോസ്പിറ്റലിൽ ഞാൻ വിളിച്ചിറക്കി, അവിടെ പോയി അറ്റൻഡ് ചെയ്ത്. എന്നിട്ട് എനിക്ക് കിട്ടിയില്ല. അപ്പോൾ എനിക്ക് ശരിക്കും പറ്റുന്നില്ല. മാതാവി ഞാൻ എവിടെ ചെന്നാലും എന്നെ റിജക്റ്റ് അടിക്കുകയാണല്ലോ, എനിക്ക് എന്താ ഇങ്ങനെ സംഭവിക്കണം, ഞാൻ എന്താ ഇങ്ങനെ എനിക്ക് മാത്രം എന്താ ഇങ്ങനെയൊക്കെ ഞാൻ കുറേ ഞാൻ കരഞ്ഞിട്ടുണ്ട് ഇവിടെ വന്ന്. അങ്ങനെ ഇവിടെ ഞാൻ മാതാവിനെ ഉപയോഗിച്ച്, മാതാവ് ഞാൻ ഏത് ഹോസ്പിറ്റലിൽ പോകണം, നാട്ടിൽ നിൽക്കണം, അതോ ഞാൻ പുറത്ത് പോകണം, ഞാൻ ആഗ്രഹിച്ച സ്ഥലത്ത് പോകണം. എനിക്ക് കോയമ്പത്തൂർ ഇഷ്ടമാണ്, കാര്യം എനിക്ക് തമിഴൊക്കെ കുറച്ചൊക്കെ അറിയാം, എനിക്ക് പിടിച്ച് നിൽക്കാൻ പറ്റുമെന്നൊരു വിശ്വാസം എനിക്കുണ്ട്. അപ്പം ഞാൻ ഓർത്ത് മാതാവിനോട് ചോദിക്കുക. എനിക്ക് സ്വന്തമായിട്ടൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല, കാര്യം പലരും എന്നോട് പറയണം അവിടെ നല്ലതാണ് ഇവിടെ നല്ലതാണെന്ന്. പക്ഷേ എനിക്ക് സ്വന്തമായിട്ട് എനിക്ക് തീരുമാനം എടുക്കാനോ എനിക്ക് പറഞ്ഞു തരാനോ എനിക്ക് ആരുമില്ല, എനിക്ക് സ്വന്തമായിട്ട് പറ്റുന്നില്ല. കുറച്ച് പേര് പറയും നല്ലത് മുംബൈയിലാണ്, കുറച്ച് പേര് പറയണത് നാട്ടിലാണ്. പക്ഷേ എനിക്ക് അറിയത്തില്ല, ഞാൻ എൻ്റെ തീരുമാനം എടുക്കണമെന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ ഞാൻ മാതാവിൻ്റെ അടുത്ത് വന്ന് ഞാൻ പറഞ്ഞു, മാതാവ് എനിക്കൊരു വഴി കാണിച്ചു തന്നെ, ഞാൻ എവിടെയാണ് പോകേണ്ടതെങ്കിലും എനിക്ക് കാണിച്ചതാ, വേറെ ഒന്നും എനിക്ക് കാണിച്ചു തരേണ്ട, എനിക്ക് ഏത് സ്ഥലത്താണ് നിൽക്കേണ്ടതെന്നും പറഞ്ഞതാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ലോട്ടിട്ട് മാതാവിന് മുമ്പിരുന്ന് ഞാൻ എഴുതി ലോട്ടിട്ട് 3 ഹോസ്പിറ്റലാണ് ഞാൻ വെച്ചത്. അതിൽ എനിക്ക് കിട്ടിയത് കോയമ്പത്തൂർ ഹോസ്പിറ്റലാണ്. ഞാൻ പറഞ്ഞു, മാതാവേ നിൻ്റെ ആഗ്രഹമാണെങ്കിൽ ഉറപ്പാണ്, ഞാൻ ആഗ്രഹിച്ച ഹോസ്പിറ്റലാണ് നീ എനിക്ക് തന്ന, ഞാൻ എവിടെ വേണമെങ്കിലും ഞാൻ. എന്നിട്ട് പിറ്റേ ദിവസം തൊട്ട് ഞാൻ വിളിക്കാൻ തുടങ്ങി. കോയമ്പത്തൂർ എല്ലാ ഹോസ്പിറ്റലും ഞാൻ വിളിച്ചിട്ടുള്ളതാണ്, കാര്യം പണ്ട് ഞാൻ നേരത്തെ പോയപ്പോഴും തൊട്ട് എല്ലാവരും വിളിക്കണം. അപ്പോൾ അവിടെ എല്ലാവർക്കും വേക്കൻസി ഇല്ലെന്നാണ് പറഞ്ഞത്. ഞാൻ എന്നിട്ട് പിറ്റേ ദിവസം പ്രാർത്ഥനയൊക്കെ ചൊല്ലി വിളിച്ച് ഞാൻ എല്ലാ ഹോസ്പിറ്റലും നിരത്തിപ്പിടിച്ച് കുറേ ഹോസ്പിറ്റലിൽ ഞാൻ വിളിച്ച് ഒരു ഹോസ്പിറ്റലിൽ ഞാൻ വിളിച്ചപ്പോൾ അവർ പറഞ്ഞു, നിൻ്റെ CV വാട്സപ്പിലോട്ട് അയക്ക്, വേക്കൻസി ഉണ്ട്, ഞാൻ പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ 3 ഹോസ്പിറ്റലിലോട്ട് ഞാൻ CV അയച്ച്. പക്ഷേ എനിക്ക് വാട്സപ്പിൽ നിന്ന് ഒരെണ്ണത്തിന് മാത്രമേ എനിക്ക് റിപ്ലൈ തിരിച്ച് വന്നുള്ളൂ, നീ എന്നെ വന്ന് മീറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ സാറ് ഞാൻ ലോങ് ആണ്, കേരളത്തിലാണ് വീട്, എനിക്ക് സാറ് ഒന്ന് വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു.
അങ്ങനെ സാറെന്നെ വിളിച്ച് നീ വന്ന് ജോയിൻ ചെയ്തോളാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു സാറേ എന്നാ ഇൻ്റർവ്യൂ ഒന്നും ഇല്ല, നീ വന്ന് ഡയറക്റ്റ് വന്ന് ജോയിൻ ചെയ്തോളാൻ പറഞ്ഞു. സാറിന് ഞാൻ പറഞ്ഞു സാറേ ഞാൻ 15-ാം തീയതി വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കഴിഞ്ഞ 14-ാം തീയതി ഇവിടെ ആരാധനയും കൂടി ഞാൻ രാത്രി അച്ഛൻ്റെ ആരാധനയും കൂടി ഞാൻ പ്രാർത്ഥിച്ച് മാതാവിനോട് പറഞ്ഞു, മാതാവ് ഇത് എനിക്ക് തന്നെ നീ തന്ന ഹോസ്പിറ്റലാണെന്ന് വിചാരിച്ച് ഞാൻ പോവുകയാണ്, ഒരു തടസ്സവും ഇല്ലാതെ എനിക്ക് അവിടെ കിട്ടിയേക്കണേന്ന് പ്രാർത്ഥിച്ച് ഞാൻ ഇവിടുന്ന് പോയി. 15-ാം തീയതി ചെന്ന് അപ്പം ഞാൻ ഓർത്ത് ഇൻ്റർവ്യൂ ഉണ്ടാവും എന്നാണ് ഓർത്ത് ഞാൻ ചെന്നത്. അപ്പോൾ അവർ പറഞ്ഞു എൻ്റെ കൂടെ ഇൻ്റർവ്യൂ ഒന്നും ഇല്ലെന്ന് പറഞ്ഞ്. പെട്ടെന്ന് ഒരു ഇൻ്റർവ്യൂ പേപ്പർ എൻ്റെ കൈ വന്നു. അപ്പോൾ ഞാൻ ഓർത്ത് കർത്താവ് ഞാനൊന്നും പഠിച്ചിട്ടില്ല, എന്ത് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറയുമെന്ന് ഓർത്ത്. അപ്പോൾ HR പെട്ടെന്ന് പോയെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ ബൈബിളുണ്ട്, പോക്കറ്റ് ബൈബിൾ, അപ്പോൾ ഞാൻ അതെടുത്ത് വായിക്കാൻ തുടങ്ങി. കാര്യം ഞാനൊന്നും പഠിച്ചിട്ടില്ല, എനിക്ക് നോക്കിയിട്ടാണെങ്കിൽ ടെൻഷൻ കൊണ്ട് വരാം. ഞാൻ പറഞ്ഞു ഞാനൊന്നും നോക്കുന്നില്ല, ഞാൻ ബൈബിൾ വായിച്ചോളാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് HR വന്ന് ഇൻ്റർവ്യൂ പേപ്പർ എന്നിട്ട് പറഞ്ഞ് സൂപ്രണ്ടിനെ പോയി കണ്ടോളാൻ പറഞ്ഞു. എനിക്ക് അറിയത്തില്ല, ഒരു മലയാളിയായിരുന്നു സൂപ്രണ്ട്. എൻ്റെ അടുത്ത് വേറെ ഒന്നും ചോദിച്ചില്ല, എന്താ ഇവിടെ വരാൻ കാരണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു നാട്ടിൽ സാലറി ഒന്നുമില്ല, കേരള രജിസ്ട്രേഷൻ ഒന്നും അപ്ലൈ ആയിട്ടില്ല, പിന്നെ എനിക്ക് ലോണും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ അടച്ച് തീർക്കണം, എനിക്ക് അവിടുത്തെ സാലറി കൊണ്ടൊന്നും ആകത്തില്ലെന്ന് പറഞ്ഞു. പിന്നെ വിളിച്ച് എവിടെയാണ് കേരളത്തിൽ വീട്? ഞാൻ പറഞ്ഞു ആലപ്പുഴയിലാണെന്ന് പറഞ്ഞു. പിന്നെ വിളിച്ച് എപ്പോൾ ജോയിൻ ചെയ്യാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു ഈ മാസം തന്നെ വന്ന് ജോയിൻ ചെയ്തോളാന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ഇത് പ്രശ്നവും ഇല്ലാതെ അവരെനിക്ക് അപ്പം തന്നെ എഴുതി തന്ന് അപ്പോയിൻമെൻറ്റ് ലെറ്റർ എനിക്ക് തന്ന് പറഞ്ഞ് HR പോയി കണ്ടോളാൻ പറഞ്ഞു. എന്നിട്ട് HR എന്നോട് ചോദിച്ചു എന്ന് നിനക്ക് ജോയിൻ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു സാറേ ഞാൻ 26-ാം തീയതി ജോയിൻ ചെയ്തോളാം എന്ന് പറഞ്ഞു. അങ്ങനെ ഈ മാസം 26-ാം തീയതി ഞാൻ ജോലിക്ക് കയറുവാണ്. എനിക്ക് അമ്മ മാതാവും വിഷയം തന്ന നന്ദിക്ക് ഒരുപാട് ഞാൻ കടപ്പെട്ടിരിക്കുന്നു. കാരുണ്യപ്രവൃത്തികളെന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ വന്ന് പത്രം അടക്കുമായിരുന്നു. പിന്നെ റെയിൽവേ സ്റ്റേഷൻ ഞാൻ അന്ന് ഇൻ്റർവ്യൂക്ക് പോയപ്പോൾ തമിഴ് പത്രമൊക്കെ മേടിച്ച് കൊടുത്തിട്ടുണ്ട് റെയിൽവേ സ്റ്റേഷനിൽ. പിന്നെ എനിക്ക് എൻ്റെ പോക്കറ്റ് മണിക്ക് എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന ഒരു തുക ഞാൻ രോഗികൾക്ക് കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ ആത്മീയമായിട്ട് ഞാൻ എല്ലാ ദിവസവും പണ്ട് എനിക്ക് പള്ളിയിൽ പോകണമെന്ന് അത്ര ഇഷ്ടമല്ലായിരുന്നു. എന്ന് വെച്ചാൽ അങ്ങനെയല്ല, എപ്പോഴൊന്നും ഞാൻ പോകത്തില്ലായിരുന്നു, ഞായറാഴ്ച പാട് മാത്രമേ ഞാൻ പോകത്തുള്ളായിരുന്നു. പിന്നെ ഞാനിപ്പോൾ നാട്ടിൽ വന്ന് തൊട്ടും ഞാൻ എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നുണ്ട്. പള്ളിയിൽ പോയില്ലെങ്കിൽ ഒരു ദിവസം പോലും ഇങ്ങനെ ടെൻഷനാണ്, കർത്താവ് ഇനി എന്തായിരിക്കും എന്നോർത്ത് ടെൻഷനാണ്. പിന്നെ മാസത്തിൽ രണ്ടാഴ്ച കൂടുമ്പോൾ ഞാൻ കുമ്പസാരിക്കാറുണ്ട്. പിന്നെ എപ്പോഴും എനിക്ക് ബൈബിൾ വായിക്കാനുള്ള ഒരു ഇത് വരുന്നുണ്ട്, എപ്പോഴും എനിക്ക് ബൈബിൾ വായിക്കണം. ഫോൺ എടുക്കും ഞാൻ, പക്ഷെ എന്നാലും എനിക്ക് കൂടുതൽ ബൈബിളിൻ്റെ വചനമായിരിക്കും ഫോണിൽ കൂടുതൽ വരാൻ, അങ്ങനെ ഞാൻ ബൈബിൾ വായിക്കാറുണ്ട്. പിന്നെ എനിക്ക് എൻ്റെ ദേഷ്യമൊക്കെ കുറഞ്ഞിട്ടുണ്ട്. പണ്ട് എനിക്ക് ഇങ്ങനെയല്ലായിരുന്നു, ഞാൻ ചീത്ത വാക്കുകളൊക്കെ പറയുമായിരുന്നു പണ്ടൊക്കെ. പക്ഷെ ഇപ്പം ഞാൻ അങ്ങനെയൊന്നും അല്ല, നല്ലതൊക്കെ ഞാൻ നല്ലവരുടെ സ്നേഹത്തോടെയൊക്കെ പെരുമാറുള്ളൂ. അങ്ങനെ അമ്മ മാതാവ് തന്നെ വിശ്വസിക്കുന്ന ഒരുപാട് നന്ദി പറയുന്നു. സങ്കീർത്തനങ്ങൾ 107:13 തങ്ങളുടെ കഷ്ടതയിൽ അവർ കർത്താവിനോട് നിലവിളിച്ചപേക്ഷിച്ചു, അവിടുന്ന് അവരെ ഞെരുക്കങ്ങളിൽ നിന്ന് രക്ഷിച്ചു. അൽഫോൻസ എന്ന ഈ മകൾ തൻ്റെ പഠനകാലത്തെ ദൈന്യതകൾ, ജോലിക്ക് വേണ്ടിയുള്ള അന്വേഷണങ്ങൾ, സാമ്പത്തിക ഞെരുക്കങ്ങൾ മൂലമുണ്ടാകുന്ന കഷ്ടതകൾ, അതൊക്കെയാണ് തൻ്റെ ഈ ഉടമ്പടി സാക്ഷ്യത്തിലൂടെ നമ്മളോട് പങ്കുവെച്ചത്. മകൾ പറയുന്നുണ്ട്, ഉടമ്പടി എടുത്ത് 4-ാം വർഷം നഴ്സിംഗ് പരീക്ഷ പഠിക്കുമ്പോൾ ഓരോ വിഷയവും മറന്നു പോവുകയായിരുന്നു. പഠിക്കുന്നതൊക്കെ ആ അല്പസമയം കഴിയുമ്പോൾ തന്നെ ഒന്നും മനസ്സിലാവാത്ത വിധം ആദ്യം കാണുന്നത് പോലെ ഏറെ ക്ലേശം തൻ്റെ പഠന മേഖലയിൽ സംഭവിച്ചിരുന്നു. അമ്മ മാതാവിൻ്റെ അരികിൽ ഓരോ ഇത് നിയോഗമായി സമർപ്പിക്കുകയും പഠിച്ചത് മുഴുവനും അത് എഴുതിക്കൊണ്ട് കൃപാസനം പത്രത്തോട് ചേർത്ത് വയ്ക്കുകയും അമ്മയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുകയും ആ ഉപ്പിട്ട കുരിശടയാളം വരച്ച് അമ്മ ഇതിൻ്റെ ഓർമ്മയിൽ തക്ക സമയത്ത് തിരികെ നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മകൾ തൻ്റെ ആ 4-ാം വർഷ പഠനം മുന്നോട്ട് കൊണ്ടുപോയത്. പ്രത്യേകിച്ച് ഏറ്റവും ക്ലേശകരമായ OBG ആ പരീക്ഷകൾക്ക് വേണ്ടി മകൾ തയ്യാറെടുത്തതാണ് നമ്മളോട് സൂചിപ്പിച്ചത്. അതോടൊപ്പം മകൾ സൂചിപ്പിച്ചതാണ് അവിടെ അടയ്ക്കേണ്ടിയിരുന്ന 3 ലക്ഷം രൂപയുടെ പൈസയുടെ കാര്യം, ഫീസിൻ്റെ കാര്യം. അത് ആ സമയം അടക്കാൻ യാതൊരു നിർവാഹവുമില്ല, വീട്ടിൽ യാതൊരു സാമ്പത്തിക സാഹചര്യവും ഇല്ലാതിരിക്കുമ്പോഴാണ് എങ്കിൽ അത് ലോൺ എടുക്കാമെന്ന് കരുതി ആ വിഷയത്തെ അമ്മയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുന്നത്. ബാങ്ക് ഒത്തിരി തടസ്സങ്ങൾ പറയുകയും താമസം പറയുകയും 2 മാസത്തിലധികം കാത്തിരിക്കാൻ പറയുമ്പോഴും മകളെ വിശ്വാസത്തോടെ ഉപ്പിട്ടവിടെ പ്രാർത്ഥിച്ച് തിരികെ പോവുകയും അമ്മയുടെ കരങ്ങളിൽ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. 15-ാം തീയതിക്കുള്ളിൽ ഈ നിയോഗം അമ്മ എനിക്ക് സാധിച്ചു തരണമെന്ന്. മകളെ സൂചിപ്പിച്ചത് അതേ ദിവസം ബാങ്കിൽ നിന്ന് വിളിക്കുകയും തൻ്റെ അക്കൗണ്ടിൽ പണം ക്രെഡിറ്റ് ആവുകയും ചെയ്തുവെന്നാണ്. ഉടമ്പടിയുടെ പ്രത്യേകത ഏതാണ്? ഉടമ്പടി ഒരാൾ പൂർണ്ണമായി മറ്റൊരു ആശ്രയമില്ലാതെ
അമ്മയുടെ കരങ്ങളിലേക്ക് ജീവിത വിഷയം കൊടുത്താൽ ആ കൊടുത്ത വിഷയങ്ങൾക്ക് മേൽ അമ്മ മാതാവ് പരിഹാരം നൽകും. ചിലപ്പോഴെങ്കിലും നമ്മളൊന്ന് പരിശോധിക്കണം. നമ്മളൊരു നിയോഗം അമ്മ മാതാവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തിട്ട് നമ്മൾ നമ്മുടേതായ ഒത്തിരി കുറുക്ക് വഴികൾ തേടാറുണ്ട്, മറ്റു സാധ്യതകൾ തേടാറുണ്ട്. ഈ മറ്റ് സാധ്യതകൾ കൗശലത്തിലും നമ്മൾ തന്നെ രഹസ്യമായും അന്വേഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അമ്മയുടെ കരങ്ങളിലേക്ക് കൊടുത്ത നിയോഗത്തെ അമ്മ സാധിച്ചു തരുമോ, ഈശോ അനുഗ്രഹിച്ചു തരുമോ എന്ന സംശയം നമ്മൾ അതിനോടൊപ്പം വയ്ക്കുന്നുണ്ട്. സംശയമുള്ള ഒരു വിശ്വാസവും അനുഗ്രഹിക്കപ്പെടത്തില്ല. സംശയത്തോടു കൂടിയും കിട്ടിയാൽ കിട്ടി എന്ന മനസ്സോടുകൂടിയും വയ്ക്കുന്ന ഒരു നിയോഗത്തിനും ഫലമുണ്ടാവുകയില്ല. കാരണം ആരാണോ പൂർണ്ണമായും ഈശോയിൽ ആശ്രയിച്ചുകൊണ്ട് അമ്മയുടെ പ്രത്യക്ഷീകരണത്തെ ഉള്ളിൽ വിശ്വസിച്ചുകൊണ്ട് ജീവിതത്തെ വിട്ടുകൊടുക്കുക, ആ വിഷയങ്ങളുടെ മേലാണ് എപ്പോഴും വലിയ അനുഗ്രഹങ്ങൾ അപ്രതീക്ഷിതമായും ആഗ്രഹിച്ചതിനപ്പുറവും അമ്മ മാതാവിലൂടെ ഈശോ നൽകുന്നത് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. മകളുടെ സാക്ഷ്യം ആദ്യ അവസാനം മുഴുവൻ നമ്മൾ അതാണ് കേൾക്കുന്നത്. ഏറെ ഭാരമുള്ളൊരു മകള്, ഏറെ ദോഷകരമായ സാമ്പത്തിക ഞെരുക്കത്തിൻ്റെ സാഹചര്യമുള്ളൊരു കുടുംബം, ഏറെ സാധ്യതകൾ കുറവുള്ള, അന്വേഷിച്ചാൽ പോലും മകൾ തന്നെ പറഞ്ഞു, എവിടെ ചെന്നാലും മകളെ മാത്രം റിജക്റ്റ് ചെയ്യുന്നു, എവിടെ ചെന്നാലും അവരുടെ ആപ്ലിക്കേഷൻ മാത്രം റിജക്റ്റ് ചെയ്യുന്നു. ഇനി അടുത്ത പുതിയ വർഷത്തെ കുട്ടികൾ പഠിച്ച് പുറത്തേക്ക് ഇറങ്ങിയാൽ താൻ ഇത്ര നാളും എന്തുകൊണ്ട് ജോലി എടുത്തില്ലെന്നുള്ള ചോദ്യവും പറച്ചിലും അത് തനിക്ക് കൂടുതൽ തൻ്റെ മുന്നോട്ടുള്ള യാത്രയെ ദുഷ്കരമാക്കുമെന്നും മകൾ തിരിച്ചറിയുന്നുണ്ട്. അതാ മകൾ പറയുന്നത്, എൻ്റെ എല്ലാ സാധ്യതകളും ഡാർക്കായിരുന്നു. ഞാൻ പലപ്പോഴും അവഗണനകൾ നേരിട്ട മകളാണ്. ഞാൻ കണ്ണീര് കൊണ്ട് അമ്മയുടെ അരികിൽ നിരന്തരം പ്രാർത്ഥിക്കുമ്പോൾ, എൻ്റെ ജീവിതത്തെ കൊടുത്തുകൊണ്ട് എന്നെ തന്നെ ഒന്ന് ക്രമീകരിക്കുമ്പോൾ ദേഷ്യത്തിന് ശാന്തതയിലേക്ക് എൻ്റെ സ്വഭാവത്തെ മാറി. ഞായറാഴ്ച കുർബാനയിൽ നിന്ന് അനുദിനം ദിവ്യബലിക്ക് പോകുന്ന രീതികളിലേക്ക് മാറി. എനിക്ക് വേണ്ടി, എൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി ലഭിക്കുന്ന പണം പോലും മറ്റുള്ളവർക്ക് ദാനം ചെയ്യുവാനുള്ള സന്മനസ്സും വിശാലതയും എൻ്റെ ജീവിതത്തിന് വന്നു. അങ്ങനെ എന്നെ തന്നെ ഉടമ്പടി എടുത്തതുകൊണ്ട് ഞാനൊന്ന് പുനഃക്രമീകരിക്കുമ്പോൾ അമ്മ മാതാവും ഈശോയും ജീവിത വിഷയത്തിന്മേൽ പരിഹരിക്കേണ്ട മേഖലകൾ ഓരോന്നും പരിഹാരത്തിനായി നമുക്ക് തുറന്നു തരികയാണ്. മകൾ അതാ പറയുന്നത്, ഒത്തിരി ഇടങ്ങളിൽ ജോലി അന്വേഷിച്ചു, ആരും ഒരു ജോലിയും എങ്ങൊന്നും എനിക്ക് വാക്ക് നൽകിയില്ല. കോയമ്പത്തൂരുള്ള എല്ലാ ആശുപത്രിയും ഞാൻ അന്വേഷിച്ചതാണ്, എന്നിട്ടും എനിക്ക് കിട്ടിയില്ല. അമ്മയാണ് അവളോട് പറയുന്നത്, വിശേഷബുദ്ധിയായി നീ എന്തെങ്കിലും ചെയ്. അതാണ് അവൾ പറയുന്നത്. വീടടുത്തായതുകൊണ്ട് കൂടി ഞാൻ കൃപാസനത്തിൽ വന്ന് ഇടയ്ക്കിടയ്ക്ക് പത്രം മടക്കി കൊടുക്കാമെന്ന് അമ്മ മാതാവിന് വാക്ക് കൊടുത്തു. ഞാൻ വന്നത് ചെയ്തുകൊണ്ടിരുന്നു. കൃപാസനത്തിൽ വന്ന് പത്രം മടക്കി കൊടുക്കുമ്പോൾ അതൊരു വിശേഷബുദ്ധിയായി മകൾ ചെയ്യുന്ന പ്രവൃത്തിയാണ്. ഒപ്പം അമ്മയുടെ അരികിൽ വന്നിരുന്ന കണ്ണീരോടെ, ഈ വർഷം തീരുന്നതിന് മുമ്പ്, ഈ ഡിസംബർ തീരുവാൻ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ, ഈ വർഷം തീരുന്നതിന് മുമ്പ് അമ്മ എനിക്ക് വഴിയൊരുക്കണം എന്നൊരു നിയോഗം കൊടുക്കുന്നുണ്ട്. അത് സമയത്തിനുമേൽ അധികാരമുള്ള മാതാവിൻ്റെ കരങ്ങളിൽ മക്കൾ വിശ്വാസത്തോടെ ഡേറ്റിട്ട് പ്രാർത്ഥിക്കുന്നതാണ്. നമുക്കറിയാം, ഉടമ്പടി സാക്ഷ്യങ്ങളിൽ അത് വളരെ പ്രകടമാണത്. സമയത്തിനുമേൽ അധികാരം അമ്മ മാതാവിന് ഉണ്ടെന്നറിയാവുന്നത് കൊണ്ട് മകൻ്റെ സമയം നേരത്തെയാക്കി കാനായിലെ ആ കുറവ് നികത്തിയ അതേ അമ്മ എൻ്റെ ജീവിതം ഇന്ന് കടന്നു പോകുന്ന എല്ലാ കുറവുകളും പരിഹരിച്ചു തരുവാൻ കെൽപ്പുള്ളവളും അവൾ കൂടെ നിന്ന് സഹായിക്കുന്നവളുമെന്ന് തിരിച്ചറിയുന്നത് കൊണ്ടാണ് മക്കൾ ഡേറ്റിട്ട് പ്രാർത്ഥിക്കുന്നത്, സമയം പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത്, ദിവസം പറഞ്ഞൊക്കെ പ്രാർത്ഥിക്കുന്നത്. മകൾ പറയുന്നുണ്ട്, ഞാനിത് അമ്മയുടെ കരങ്ങളിലേക്ക് ഇത് കൊടുത്തൊരു നിയോഗമാണ്. എന്നിട്ട് 3 ഇടങ്ങൾ ഞാനിങ്ങനെ ജോലി ചെയ്യുവാൻ പറ്റുന്ന ഇടങ്ങൾ ഞാൻ പേര് ലോട്ടിടാൻ വേണ്ടി എടുത്തു വെച്ചു. അമ്മയോട് പ്രാർത്ഥിച്ചു, ഒരു കുറി എടുത്തു, അത് കോയമ്പത്തൂരിൽ നിന്നാണ് കിട്ടിയേ. ഞാൻ വീണ്ടും അവിടെ വിളിച്ചുകൊണ്ടിരുന്നു. വിളിച്ചു 3 ഇടങ്ങളിൽ വിളിച്ചു. ഒരിടത്തുനിന്ന് റിപ്ലൈ വന്നു. അവിടെ അവർ ചെല്ലാനാ പറഞ്ഞേ, പോകാൻ പണമില്ലാത്തത് കൊണ്ട് ഞാനത് ഫോണിലൂടെ ആകാമെന്ന് പറഞ്ഞു. ഫോണിലൂടെ അവരൊന്ന് കേട്ടു. ഒരു ഇൻ്റർവ്യൂ ഇല്ലാതെ, ഒരു പരീക്ഷയില്ലാതെ അമ്മ മാതാവ് എനിക്ക് കൃത്യമായിട്ട് ജോലി ഒരുക്കി തന്നുവെന്ന്. പ്രിയമുള്ളവരെ, ആരൊക്കെ അഗതികളാണോ, ആശ്രയമില്ലാത്തവരാണോ, കണ്ണീര് മാത്രമുള്ളവരാണോ, തകർച്ചയും പരാജയവും മാത്രം അനുഭവിച്ച് ജീവിതം മുന്നോട്ട് പോകുന്നവരാണോ, ശിരസ്സുയർത്ത് നിൽക്കുവാനാവാത്ത വിധം മറ്റുള്ളവരുടെ മുമ്പിൽ ഇകഴ്ന്ന് ജീവിക്കുന്നവരാണോ, ആ ദുരന്ത ജീവിതങ്ങളെയെല്ലാം അമ്മ മാതാവ് ഈ ആലയത്തിലേക്ക് വിളിക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ദുരിതങ്ങളും ഭാരങ്ങളും തകർച്ചകളും രോഗങ്ങളുമായി എൻ്റെ അരികിൽ വരിക. എൻ്റെ മകൻ നിങ്ങൾക്ക് വേണ്ടി എന്താണോ വേണ്ടത് അത് ചെയ്തു തന്ന് കൂടെ നിന്ന് സഹായിക്കുമെന്ന് മകൾ പറയുന്നുണ്ട്. ഈ സമയ ചുരുക്കത്തിൻ്റെ സാക്ഷ്യമാണിത്. കുറച്ച് നാളേ ആയുള്ളൂ മകൾ അമ്മ മാതാവിൻ്റെ അരികിൽ ഈ ഒരു ജോലി ഈ വർഷം തീരുന്നതിന് മുമ്പ് വേണമെന്ന് പറഞ്ഞിട്ട് അവളുടെ ഭാരങ്ങൾ നീക്കുവാൻ, ജീവിതത്തിനൊരു വെളിച്ചം കൊടുക്കുവാൻ അമ്മ
വഴി തുറന്ന് സഹായിച്ചതിനെയാണ് ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തിയത്. നമുക്കും ഇത് സാധിക്കും. സംശയമില്ലാതെ പ്രാർത്ഥന കൊടുക്കണം, സംശയമില്ലാതെ നിയോഗം കൊടുക്കുക, വിശ്വസ്തയോടുകൂടി ഉടമ്പടി ജീവിക്കുവാൻ തീരുമാനിക്കുക. നമ്മൾ തന്നെ തിരിച്ചറിയുന്ന ഉടമ്പടിയിൽ നമ്മൾ വരുത്തിയിരിക്കുന്ന അലസതകൾ, വേണ്ടെന്ന് വെക്കലുകൾ, അവ ഉപേക്ഷിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ കൂടുതൽ ശരണപ്പെടുക. ആത്മീയ ജീവിതം ശുദ്ധമാകുമ്പോൾ, ദൈവസ്നേഹത്തോടുകൂടി കാരുണ്യ പ്രവൃത്തികൾ ശക്തി പ്രാപിക്കുമ്പോൾ, ഒരു മടിയുമില്ലാതെ എല്ലാവരോടും അമ്മ മാതാവിനെയും ഈശോയെയും കുറിച്ച് പറയുവാൻ നമ്മൾ നാവിന് ബലമുള്ളവരാകുമ്പോൾ, നമ്മുടെ ജീവിത വിഷയങ്ങൾക്ക് മേൽ ദൈവിക തീരുമാനം അമ്മ അത്ഭുതകരമായി നടത്തിത്തരുന്നത് നമുക്ക് കാണുവാനാകും. ഈ മകൾക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാകുക.